ഹായ് ഓൾ, അനുദീപ് ഹിയർ. സി ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് തന്നെയാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് UPSC PSC പരീക്ഷകളിൽ വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക് പോർഷൻ ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതുപോലെയൊക്കെയുള്ള സ്റ്റാറ്റിക് പോർഷനിലെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റ് പോലെയുള്ള മേഖലയിൽ സ്റ്റാറ്റിക് പോർഷനിലെ ഭാഗങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വരുന്നെങ്കിൽ അത് പരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഉദാഹരണത്തിന് പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഫിഗർ ആണ് ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ. നമുക്കറിയാം ലോക്സഭയിൽ സ്പീക്കർ ഉണ്ട്, അതിന് താഴെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. ഈ ഒരു മേഖല ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുക ന്യൂസ് പേപ്പേഴ്സിൽ. ബിക്കോസ് കഴിഞ്ഞ 17ാമത്തെ ലോക്സഭ അല്ലെങ്കിൽ 18ാമത്തെ ലോക്സഭ, ഈ രണ്ട് ലോക്സഭകളിലും ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സിന് വഴിവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിന് ഈ ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയി പഠിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു വിദ്യാർത്ഥി ചെയ്യേണ്ട ഒരു കാര്യം. എക്സാംസിന്റെ പൾസ് അറിഞ്ഞ് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് വളരെ റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്തതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം മെമ്പേഴ്സ് ആവുക, ചാനലിലെ അംഗങ്ങളാവുക. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റും ഇത്തരത്തിലുള്ള ഫ്രീ PDF ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഡെപ്യൂട്ടി സ്പീക്കർ. സി നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, പിന്നെ പ്രസിഡന്റും ഉണ്ട് അല്ലെ. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ലോക്സഭയുടെ എന്താ പറയാ ചെയർമാൻ ആണ്, ലോക്സഭയുടെ അധ്യക്ഷനെയാണ് നമ്മൾ സ്പീക്കർ എന്ന് വിളിക്കുന്നത്. സ്പീക്കർ ഇല്ലാത്തപ്പോൾ സ്പീക്കറിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഇതിനെപ്പറ്റി പ്രധാനമായും പറയുന്നത് ആർട്ടിക്കിൾ നമുക്ക് 93ലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പോകും അല്ലെ. ആർട്ടിക്കിൾ 93 ഇത് പ്രധാനമായിട്ട് പറയാം. പക്ഷെ ഇനിയുള്ള പരീക്ഷകൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷനോടൊപ്പം ചരിത്രപരമായ പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ ഒന്ന് വായിച്ചിരിക്കണം. ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷന്റെ പണ്ട് കാലത്തെ പേര് ഡെപ്യൂട്ടി പ്രസിഡന്റ് എന്നായിരുന്നു. ബിക്കോസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള പോസ്റ്റുകൾക്ക് സമാനമായിട്ടുള്ള പോസ്റ്റുകൾ ബ്രിട്ടീഷുകാർ സൃഷ്ടിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം അല്ലെ. മദർ ഓഫ് ഓൾ പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ നമ്മളെ ട്രെയിൻ ചെയ്യിച്ച പാർലമെന്ററി പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാ. പണ്ട് പാർലമെന്റ് എന്ന് പറയുന്നതിന് പകരം അന്ന് അവിടെ ഉണ്ടായിരുന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ അന്ന് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതിന് പകരം പ്രസിഡന്റ്, ഡെപ്യൂട്ടി പ്രസിഡന്റ് എന്നൊക്കെയായിരുന്നു പേര് വീണത്. അപ്പൊ അന്നത്തെ കാലത്തെ ഡെപ്യൂട്ടി സ്പീക്കറിനെ വിളിച്ചിരുന്ന പേര് എന്താണ്? ഡെപ്യൂട്ടി പ്രസിഡന്റ്. സച്ചിദാനന്ദ സിൻഹയാണ് അങ്ങനെ ആദ്യമായി ഡെപ്യൂട്ടി പ്രസിഡന്റ് ആവുന്ന ഇന്ത്യക്കാരൻ 1921. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ശേഷമാണ് ഈ പേര് മാറ്റി നമ്മൾ എന്താക്കുന്നത്, ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതാക്കി മാറ്റുന്നത്. ഡെപ്യൂട്ടി പ്രസിഡന്റ് എന്നുള്ള പേര് ഡെപ്യൂട്ടി സ്പീക്കർ എന്നാക്കി മാറ്റുന്നത് അപ്പോഴാണ്. അത്തരത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കറായി വന്ന വ്യക്തിയാണ് MA അയ്യങ്കാർ അല്ലെങ്കിൽ M അനന്തശയനം അയ്യങ്കാർ. ഇവിടെ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമുണ്ട്. ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യൻ ലോക്സഭയിലെ, സ്വതന്ത്ര ഇന്ത്യയിലെ ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ മനുഷ്യൻ തന്നെയാണ് രണ്ടാമത്തെ സ്പീക്കറായി വരുന്നത്. സെക്കൻഡ് സ്പീക്കർ ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. അപ്പൊ ഇത്ര ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷനിലേക്ക് പോവാം അല്ലെ. ആർട്ടിക്കിൾ 93 കൃത്യമായും പറയുന്നുണ്ട് അല്ലെ, ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് പേരെ അർജന്റ് ആയിട്ട് തന്നെ, അതായത് ആസ് സൂൺ മേ ബി, എത്രയും പെട്ടെന്ന് അപ്പോയിന്റ് ചെയ്യണം. ഒരു സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യണം, ഡെപ്യൂട്ടി സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ ഇത് ആക്ച്വലി ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ് ഡെപ്യൂട്ടി സ്പീക്കറെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സ്പീക്കറിനെ അപ്പോയിന്റ്, പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ അപ്പോയിന്റ് ചെയ്യാതിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ബിക്കോസ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരിക്കലും സ്പീക്കറിന് സബോർഡിനേറ്റ് ആയ ഒരു ബോഡി അല്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു സ്പീക്കർ. അതൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഒരു രണ്ടാമൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കറെ കാണുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് ആയ ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. ഇതൊരു കോമൺ തീമാണ് കേട്ടോ. അതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ കോമൺ ഫ്രെയിംവർക്സ് വെച്ച് പഠിക്കാം. ഉദാഹരണത്തിന് വൈസ് പ്രസിഡന്റ് അല്ലെ.
വൈസ് പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ പാദസേവകനോ ഡെപ്യൂട്ടിയോ അല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ആയ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. സി, നമ്മൾ വെർബലി നോക്കുമ്പോൾ ഡെപ്യൂട്ടി, വൈസ് എന്നൊക്കെ പറയുമ്പോൾ ഉപ എന്നുള്ള മീനിങ് ആണ്, പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. അതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കേസും അല്ലെ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ട്, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. പക്ഷെ 3 പേർക്ക് ഒരേ പവറാ. ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഒരിക്കലും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അണ്ടറിലൊന്നും അല്ല. 3 പേർക്കും സിമിലർ പവേഴ്സ് തന്നെയാണുള്ളത്. അപ്പൊ അത് ആ ഒരു തീം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാം. ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ ഒരു ഫാക്ട് പഠിക്കുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു മാലയിൽ മുത്തു കോർക്കുന്ന പോലെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മറക്കത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു സ്പീക്കർ. അപ്പൊ എങ്ങനെയാണ് ഇനി നമുക്ക് പ്രധാനം നോക്കേണ്ടത്, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്, പിന്നെ ആ ഒരു ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കും. അതിനുശേഷം നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 കോൺസെപ്റ്റ് ഉണ്ട്, പാനൽ ഓഫ് ചെയർപേഴ്സൺസ്, പിന്നീട് പ്രോട്ടേം സ്പീക്കർ. അതിന്റെ നോട്ട് ഞാനൊന്ന് തന്നുവിടാം. അത് രണ്ടും നമുക്ക് എക്സാമിന് വരാൻ വളരെയധികം സാധ്യതയുണ്ട് അല്ലെ. തൽക്കാലം അതുകൊണ്ടിരിക്കട്ടെ, നമുക്ക് ഡെപ്യൂട്ടി സ്പീക്കറെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ഡെപ്യൂട്ടി സ്പീക്കറിനെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? ഡെപ്യൂട്ടി സ്പീക്കറെ എലക്ട് ചെയ്യുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ എന്ന് പറയുന്ന ഒരു റൂൾ ബുക്ക് ഉണ്ട്. അതിന്റെ ബേസിസിലാണ് അവർ എലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താ, സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും നമ്മൾ ലോക്സഭാ അംഗങ്ങൾക്കിടയിൽ നിന്ന് എലക്ട് ചെയ്യണം. പുറത്തുനിന്ന് ഒരാൾക്ക് ഒരിക്കലും ഡെപ്യൂട്ടി സ്പീക്കറോ ആവാൻ പറ്റത്തില്ല. അതായത് ഒരാൾക്ക് മന്ത്രി ആവണമെങ്കിൽ ഒരിക്കലും അദ്ദേഹം പാർലമെന്റിൽ അംഗം ആവണം നിർബന്ധമില്ല. മന്ത്രി ആയതിനു ശേഷം 6 മാസത്തിനുള്ളിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായാൽ മതി. പക്ഷെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ആകണമെങ്കിൽ ഉറപ്പായും ലോക്സഭയിൽ അംഗമായിരിക്കണം. ലോക്സഭാ അംഗങ്ങൾ, ലോക്സഭയുടെ ഉള്ളിലുള്ള അംഗങ്ങൾ ഒരു സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കും. സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താ, ആ ദിവസം ലോക്സഭയിൽ പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ വോട്ട് ചെയ്യുമ്പോൾ മോർ ദാൻ 50% വരുന്നുണ്ടെങ്കിൽ അതാണ് സിമ്പിൾ മെജോറിറ്റി. സപ്പോസ് ലോക്സഭയിൽ 500 പേരുണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ആ ദിവസം 100 പേരെ വന്നുള്ളൂ. അപ്പൊ 51 പേര് വോട്ട് ചെയ്യുന്ന ആർക്കാണോ അയാളായിരിക്കും ഈ പറഞ്ഞ പോലെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ആവുന്നത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയ മെജോറിറ്റിയാണ് സിമ്പിൾ മെജോറിറ്റി വരുന്നത് അല്ലെ. അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇലക്ഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് സ്പീക്കറാണ്. സ്പീക്കർ ലോക്സഭ ഇലക്ഷൻസ് അല്ലെങ്കിൽ രാജ്യസഭ ഇലക്ഷൻസിന്റെ ഒക്കെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇലക്ഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സ്പീക്കറാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വരാറില്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാം. ഇത്തരം കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ്സ് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ എങ്ങനെയാണ് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ അപ്പോയിന്റ് ചെയ്തത് മനസ്സിലായി. ഇനി എങ്ങനെ അവർ റിമൂവ് ചെയ്യുന്നത്? ഡെപ്യൂട്ടി സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. പക്ഷെ നമ്മൾ കണ്ടു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. അപ്പൊ പുള്ളിയെ പുറത്താക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ബിക്കോസ് അവിടെ നമുക്ക് ആബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ട്. ആബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയിൽ അംഗങ്ങളുടെ മുഴുവൻ മെജോറിറ്റിയാണ്. ഇപ്പൊ 500 അംഗങ്ങളുണ്ട്, 550 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ 50% + 1 ആ ഒരു മെജോറിറ്റിയിൽ വേണം അദ്ദേഹത്തെ പുറത്താക്കാൻ. അപ്പൊ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ കോറം തികഞ്ഞാൽ മതി. പ്രസന്റ് ആ ദിവസം അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ മെജോറിറ്റി ഉണ്ടായാൽ മതി. പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കറിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആബ്സല്യൂട്ട് മെജോറിറ്റി, അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടാനായിട്ട്. ഒന്നാമത്തെ കാര്യം എല്ലാവരും അന്ന് പാർലമെന്റ് വരണം. വരുന്ന ആൾക്കാരിൽ തന്നെ കൂടുതൽ ആൾക്കാർ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യണം. ഇത് വളരെ ബുദ്ധിമുട്ടാണ് ആബ്സല്യൂട്ട് മെജോറിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കറെ റിമൂവ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇതാണെങ്കിൽ പോലും 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തതിനു ശേഷം മാത്രമേ റിമൂവൽ മോഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. അത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ് എന്ത്, ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെത്. നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് ഈ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? ഒന്നാമത്തെ കാര്യം, സ്പീക്കർ ഇല്ലാതെ വരുമ്പോൾ, സ്പീക്കറിന് പെട്ടെന്ന് ഒരു ദിവസം പനി പിടിച്ച് കിടക്കാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സ്പീക്കറിന് പെട്ടെന്ന് ഒരു ദിവസം വയ്യാതാവുമെന്നിരിക്കട്ടെ, ഒരു ദിവസം മരണം സംഭവിക്കുന്നു സ്പീക്കറിന്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ സ്പീക്കറിന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും ആ ദിവസങ്ങളിൽ സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ സമയത്ത് സ്പീക്കറിനുള്ള എല്ലാ പവറും പ്രിവിലേജസും ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരിക്കും. മാത്രമല്ല നമുക്കറിയാം പാർലമെന്റിൽ കുറെ കമ്മിറ്റീസ് ഉണ്ട്. അപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ഏതെങ്കിലും കമ്മിറ്റിയിൽ അംഗമാവുകയാണെങ്കിൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കായി കമ്മിറ്റിയുടെ ചെയർമാനായി മാറും, അധ്യക്ഷനായി മാറും. അത്രയ്ക്ക് പവർഫുൾ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുമ്പോൾ അല്ലെ. ഹി വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ദ ചെയർമാൻ ഓഫ് ദറ്റ് പർട്ടിക്കുലർ കമ്മിറ്റി. അപ്പം ചില്ലറക്കാരനല്ല, ഡെപ്യൂട്ടി സ്പീക്കർ അത്യാവശ്യം പവർ ഉണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നത് ശരിയാവില്ല. അതാണ് സ്പീക്കർ ഇല്ലെങ്കിൽ പകരം ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ പകരം ആരുണ്ട്? അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് പാനൽ ഓഫ് ചെയർപേഴ്സൺസ് എന്നൊരു കോൺസെപ്റ്റ്, നമുക്ക് അതിനെപ്പറ്റി പിന്നെ ചർച്ച ചെയ്യാം.
അപ്പൊ നമുക്കറിയാം സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കണം. BJP അപ്പോയിന്റ് ചെയ്യുന്ന സ്പീക്കർ ആണെങ്കിലും കോൺഗ്രസ് അപ്പോയിന്റ് ചെയ്യുന്ന സ്പീക്കർ ആണെങ്കിലും CPM അപ്പോയിന്റ് ചെയ്യുന്ന സ്പീക്കർ ആണെങ്കിലും സ്പീക്കർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടി അഫിലിയേഷൻ ഉണ്ടാവത്തില്ല. അദ്ദേഹത്തിന്റെ കർത്തവ്യം പാർലമെന്റിനോട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ലെജിസ്ലേറ്റേഴ്സിനോട് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും പാർലമെന്റിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്, ആ ബില്ലിൽ ഒരിക്കലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം. കാസ്റ്റിംഗ് വോട്ട് ഇങ്ങനെ 50-50 ഡെഡ് ലോക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം, അല്ലാതെ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഒരിക്കലും സ്പീക്കറിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഡെപ്യൂട്ടി സ്പീക്കറിന് നോർമൽ സിനാരിയോയിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ വോട്ട് ചെയ്യാം. പക്ഷെ അദ്ദേഹം സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്ന സമയമുണ്ടല്ലോ, സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനും ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓൺലി വെൻ ഹി പ്രിസൈഡ്സ് എ ഹൗസ്. ഇവിടുത്തെ ഒരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്യൂട്ടി സ്പീക്കർ സാധാരണഗതിയിൽ ഹൗസിലെ ഒരു നോർമൽ മെമ്പറിനെ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സ്പീക്കർ ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഈ പറഞ്ഞ സ്പീക്കറായിട്ട് ഇരിക്കുകയും അവിടെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് വോട്ട് ചെയ്യുക. അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഹി വിൽ ആക്ട് ജസ്റ്റ് ആസ് എൻ ഓർഡിനറി മെമ്പർ ഓഫ് ദ ഹൗസ്. മനസ്സിലാക്കണം. അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ അല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇതാണ് അതിന്റെ ഹൈലൈറ്റ്. നമുക്കിവിടെ 2017 സിവിൽ സർവീസ് പ്രിലിംസിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സ്പീക്കർ നമുക്കറിയാം മിക്കവാറും ഒക്കെ ഭരണകക്ഷിയിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ മിക്കവാറും ഒപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്നായിരിക്കും. ഇത് ഇങ്ങനെ തന്നെ വേണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ഇതൊരു മര്യാദയുടെ പുറത്ത് ചെയ്യുന്ന കാര്യം മാത്രമാണ്. ഒരു പാർലമെന്ററി കൺവെൻഷൻ, ആചാരമാണ്, അല്ലാതെ നിയമപരമായി സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു ബാലൻസ് ഓഫ് പവർ വരാൻ വേണ്ടിയിട്ട് സ്പീക്കറിനെ ഭരണപക്ഷത്ത് നിന്ന് എടുക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ നമ്മൾ എന്ത് ചെയ്യും? പ്രതിപക്ഷത്ത് നിന്ന് എടുക്കും. പക്ഷെ ഇന്ന് നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അല്ല, ഇത് ജസ്റ്റ് ഒരു പാർലമെന്ററി കൺവെൻഷൻ, ഒരു പാർലമെന്ററി ഒരു ട്രഡീഷൻ മാത്രമാണ്. ഇത് പലപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്താലും നമുക്ക് കോടതി പോകാൻ നോക്കത്തില്ല. അതായത് നിയമമല്ലല്ലോ, ജസ്റ്റ് ഒരു മര്യാദ ചെയ്യുന്ന ഒരു കാര്യം മാത്രമായതുകൊണ്ടാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ് മറക്കല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 സ്പീക്കറിനെ ഡെപ്യൂട്ടി സ്പീക്കറിനും ഒക്കെ സിമിലർ ആയിട്ടുള്ള പോസ്റ്റുകൾ ആദ്യമായി ഇന്ത്യയിൽ വരുന്നത്. അപ്പോ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ നമ്മൾ കണ്ടു അല്ലെ, ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ആക്ട് ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിലോ അവിടെയാണ് നമുക്ക് പാനൽ ഓഫ് ചെയർപേഴ്സൺസ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത് അല്ലെ. സ്പീക്കർ ഒരു 10 പേരെ ഒരു പാനൽ ഓഫ് ചെയർപേഴ്സൺസിലേക്ക് നോമിനേറ്റ് ചെയ്യും. അപ്പൊ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ 10 പേരിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യും? സഭ പ്രിസൈഡ് ചെയ്തോളൂ, സ്പീക്കറായിട്ട് ആക്ട് ചെയ്തോളൂ. ഇവരും ഇല്ലെങ്കിലും ലോക്സഭ തിരഞ്ഞെടുക്കുന്ന മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതായിട്ട് ആക്ട് ചെയ്യാം. അപ്പൊ അതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഇവിടെ സ്പീക്കർ പ്രോട്ടേം എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഞാൻ നോട്ട് തന്നു വിടാം, ബിക്കോസ് അടുത്ത അതിന് വരാൻ പോകുന്ന എക്സാംസിന് വരും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, അത് ഞാൻ നോട്ട് തന്നു വിടാം. വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, സ്പീക്കർ പ്രോട്ടേമിനെ പറ്റി നമ്മൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. സോ ഇത്രയാണ് ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റി നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റുകൾ. ഇപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ എന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിന്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ യൂട്യൂബ് വഴിയും ടെലിഗ്രാം വഴിയും ഫ്രീ കണ്ടന്റുകൾ ധാരാളം തരുന്നതാണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇതിന് റാങ്ക് മേക്കിംഗ് കണ്ടന്റുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചസിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തരുന്ന അസൈൻമെന്റ് ഇതാണ്: ഈ ഒരു ഇഷ്യൂവിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യാത്ത ഇഷ്യൂ, ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. കാര്യം ഇനിയുള്ള എക്സാംസിന് UPSC-യിലാണെങ്കിലും PSC-യിലാണെങ്കിലും ഇന്റർവ്യൂ ഒരു ഘടകമായിട്ട് വരും. അപ്പൊ അവിടെ നമ്മുടെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് നമ്മുടെ ഒപ്പീനിയൻസ് ആണ്, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ വ്യൂ പോയിന്റുകളാണ്. അപ്പൊ ഇതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സിൽ തന്നെ പഠിച്ചു കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.